വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ഇച്ച അവൾ ചോദിക്കുന്നതിന് മറുപടിയൊന്നും അവൻ പറയുന്നില്ലെന്ന് കണ്ടതും വിശോന്റെ മുഖം ബലം പ്രയോഗിച്ച് അവളുടെ മുഖത്തിന് നേരെയാക്കി. രുദ്രൻ അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. ചെക്കൻ വേറെ നല്ലൊരു ജോലിയിലായിരുന്നല്ലോ, അതാണ്. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവന്റെ ഉരുട്ടി വെച്ച മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് പറയുമ്പോൾ അവൻ അവളുടെ വീർത്ത കവളിൽ അമർത്തി ഒന്ന് ചുംബിച്ചു. അവളുടെ മുഖത്ത് ഭാവം മാറി, അവിടെ ചിരി വിടർന്നു. എന്തിനാ ഇപ്പൊ ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ? ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ചുണ്ടിൽ തലോടിക്കൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ ആ വിരലിൽ കടിച്ചു. രുദ്രന്റെ മുഖത്ത് ചിരി നിന്നു. അവയിൽ വല്ലാത്തൊരു ഭാവം നിറഞ്ഞു. ആ ഭാവത്തോടു കൂടി തന്നെ രുദ്രൻ അവൻ്റെ വിരൽ അവളുടെ വായിൽ നിന്നും എടുത്ത് അവളുടെ ചുണ്ടിന് നേരെ അവൻ്റെ മുഖം അടുപ്പിച്ചു. ഈശ രണ്ട് കൈകൊണ്ടും അവളുടെ ചുണ്ട് പൊത്തിപ്പിടിച്ചു. ശേഷം അവനെ നോക്കി കണ്ണുരുട്ടി. താഴ്ത്തിയ മുഖം രുദ്രൻ ഉയർത്തി. ഈശ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞ് കൈകൾ പതിയെ മാറ്റി. എനിക്കതൊന്നും ആവശ്യമില്ലാത്ത ചോദ്യങ്ങളല്ല, അത്രയും വേണ്ടപ്പെട്ടതാ. ഈ അതിനുള്ള മറുപടി താ, എന്നിട്ടും അത് ബാക്കിയൊക്കെ. മുഖത്ത് ദേഷ്യം വരുത്തി ഈശു പറയുമ്പോൾ രുദ്രന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. ആ ചിരിയോട് കൂടി തന്നെ രുദ്രൻ അവൾക്ക് അടുത്തേക്കും മലർന്ന് കിടന്നു. അവൻ കിടന്നതും വിശുവിന്റെ നെഞ്ചിലേക്ക് ചാരി വയലിലൂടെ ചുറ്റിപ്പിടിച്ച് കിടന്നു. രുദ്രൻ അവൻ്റെ കാലിൻ്റെ ചുവട്ടിൽ കിടന്നിരുന്ന പുതപ്പ് കൊണ്ട് നഗ്നമായ രണ്ട് ശരീരങ്ങളും പകുതിയോളം അവൻ മറച്ചു. നിന്നെ സ്നേഹിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയുണ്ട്? യേശുവിൻ്റെ അഴിഞ്ഞു കിടക്കുന്ന മുടിയിൽ തലോടിക്കൊണ്ട് മുകളിലേക്ക് നോക്കി രുദ്രൻ ചോദിച്ചതും യേശുവിൻ്റെ നെഞ്ചിൽ താടി കുത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടവും അവളിലേക്കായിരുന്നു. ഉത്തരവുണ്ടോ? ഇല്ലല്ലോ. രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൾ ഇല്ലെന്ന് തലയാട്ടി. അപ്പോൾ പിന്നെ യോഗ്യതയുടെ കണക്ക് പറയരുത്, നമുക്കിടയിൽ അത് വേണ്ട, കേട്ടല്ലോ. രുദ്രൻ ഗൗരവത്തിൽ പറയുമ്പോൾ യേശു തലയാട്ടി. രുദ്രൻ അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ഒന്ന് ചുംബിച്ചു. എനിക്ക് നിന്നോട് എന്ന് മുതലാണ് ഇഷ്ടം തുടങ്ങിയതെന്ന് അറിയണോ നിനക്ക്? അവളുടെ നെറ്റിയിൽ നിന്ന് ചുണ്ടുകൾ അത്തിമാറ്റിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ ചെറുതായി ഒന്ന് തലയാട്ടി. രുദ്രൻ നോട്ടം അവളിൽ നിന്നും മാറി മുകളിലേക്ക് തന്നെ പോയി. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലൊരു ഉറക്കമായിരുന്നു. കണ്ണുകൾ തുറക്കാൻ മനസ്സ് പറയുമ്പോൾ ശരീരം മൊത്തം തളരുന്നത് പോലെ. രാവും പകലും അറിയാത്ത ഉറക്കം. ഉറങ്ങുമ്പോഴും ആരെയോ ഞാൻ വലിഞ്ഞു മുറുക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. ഒപ്പം സ്വപ്നലോകത്തിലും നല്ല സുഗന്ധം എന്നെ തേടി വന്നിരുന്നു. കുറേ നേരമായി ചെവിയിൽ വന്നടിച്ച ശബ്ദം സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞാൻ ആദ്യം ഉറക്കമുണർന്നത്. കണ്ണു തുറന്നില്ല, അതിനെനിക്ക് കഴിഞ്ഞില്ല. ആകെ മൊത്തം തലയ്ക്കൊരു പെരുക്കമായിരുന്നു. കിടന്നേരത്ത് തന്നെ ഒന്നുകൂടെ അമർന്ന് കിടന്നു. പക്ഷേ മുഖം താഴേക്ക് പോകുന്ന പോലെ തോന്നി. അതെനിക്കിതിൽ ഇഷ്ടമായി. വീണ്ടും തലയുയർത്തി അങ്ങനെ തന്നെ കിടന്നു. ചുണ്ടും മൂക്കും കവളും മുഖമൊക്കെ അവിടെ വെച്ച് ഉറച്ചു. പഞ്ഞിക്കെട്ട് പോലെ, അത്രമേൽ മൃദുലം. അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവനെ നെഞ്ചിൽ കിടന്ന് അവനെ തന്നെ നോക്കിക്കിടന്ന് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. കുട്ടിക്കതൊന്നും ഓർമ്മയില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടക്കുവാണ്. രുദ്രൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പുതപ്പിൻ്റെ ഉള്ളിലൂടെ അവളുടെ നഗ്നമായ വയറിൽ പതിയെ, വളരെ പതിയെ ഒന്ന് തലോടി. ആ തലോടിൽ യേശുവിൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോയി. വീണ്ടും ശബ്ദം കേട്ട് കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഇതാണ്. അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുകളിലുണ്ടായിരുന്ന പുതപ്പ് മാറ്റി രുദ്രൻ അവളുടെ വയലിൽ മുഖമമർത്തി കിടന്നു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും യേശു നേരെ കിടന്നുകൊണ്ട് അവൻ്റെ തലമുടിയിൽ തലോടി. ഒപ്പം അവൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ മനസ്സിൽ ആവർത്തിച്ചു. ആദ്യം ഒന്നും മനസ്സിലായില്ല, മൊത്തം ബ്ലാങ്കായിരുന്നു. പിന്നെ മനസ്സിലായി. എന്ത് ഭംഗിയായിരുന്നെന്ന് അറിയോ കാണാൻ. ചുവന്ന നിറത്തിൽ ആഴത്തിലുള്ള പൊക്കിൽ ചുഴിയൊക്കെ ആയിട്ട്. ഇപ്പോഴത് മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല, ഇനി മായയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ പൊക്കിൽ ചുഴിയിൽ അവൻ അമർത്തി ചുംബിച്ചു. യേശു കണ്ണുകൾ അടച്ചൊരു ചിരിയോടെ കിടന്നു. അവളുടെ കൈകൾ അപ്പോഴും അവൻ്റെ മുടിയിൽ തഴുകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ അപ്പം തോന്നിയ ദേഷ്യത്തിന് പറയാൻ വന്നത് രുദ്രനൊന്നും നിർത്തി. ആ രംഗം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. കുറച്ചു നേരം രുദ്രനൊന്നും മിണ്ടിയില്ല. നിന്നെ ചവിട്ടി താഴേക്കിടുമ്പോൾ ഞാൻ നിന്റെ മുഖം കണ്ടിട്ടില്ലായിരുന്നു. നിലത്ത് കിടക്കുന്ന നിന്നെ ചവിട്ടുമ്പോഴും നിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. നിന്റെ മുടി പിടിച്ച് കവളിൽ അടിച്ച സമയത്താ ഞാൻ ഈ മുഖം കണ്ട ദിശ. വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ വയറിൽ നിന്ന് മുഖമുയർത്തി അവളുടെ മുഖം മുഴുവൻ അവൻ ആർത്തിയോടെ ചുംബിച്ചു. മതിയാവാതെ മാറി മാറി ചുംബിച്ചു. അമർത്തി ചുംബിച്ചു. ഒരുപാട് നേരം അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്ത് അലിഞ്ഞു. അവൻ്റെ ചുണ്ടുകളേക്കാൾ ഒരുപടി മുന്നിൽ അവൻ്റെ കണ്ണുനീരായിരുന്നു അവളെ ചുംബിച്ചത്. എത്ര ചുംബിച്ചിട്ടും അവനക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. അവനക്ക് ബാക്കി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഈശ്വര ചിരിയോട് അവൻ്റെ ചുംബനം സ്വീകരിച്ചു കൊണ്ട് കിടന്നു. അവൻ്റെ സങ്കടം കാണുമ്പോൾ അവളുടെ മനസ്സാണ് നിറയുന്നത്. എപ്പോൾ ആ രംഗം പറയുമ്പോഴും ഓർമ്മ വരുമ്പോഴും അവൻ ഇങ്ങനെയാണ്. ഈശോന്റെ മുഖം അവളുടെ മാറിലേക്ക് വെച്ച് കുറച്ചു നേരം അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. രുദ്രനും ആ ചൂടിൽ അവളെ മുറുകെ പുണർന്നുകൊണ്ട് കിടന്നു. കുറച്ചു കഴിഞ്ഞതും രുദ്രൻ കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ച് അവൾക്ക് നേരെ മുഖത്തോട് മുഖം ചേർത്ത് കിടന്നു.
ഈ മുഖം കണ്ടപ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ അപ്പോൾ തോന്നിയതെന്ന് അറിയില്ല. വല്ലാത്തൊരു ഭംഗിയുള്ള അഴകുള്ളൊരു പെൺകുട്ടി, കവളൊക്കെ ചുവന്ന് കണ്ണൊക്കെ കലങ്ങി പേടിച്ച് വിറച്ച്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ദേഷ്യവും വാശിയൊക്കെ എവിടെയോ പോയി. ഒന്നും നിന്നോട് പറയാനോ ചോദിക്കാനോ എനിക്ക് അന്നേരം തോന്നിയില്ല. നിന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ വല്ലാത്ത വേദനയായിരുന്നു. നിന്റെ മമ്മ വന്ന് നിന്നെ തല്ലുന്നത് കണ്ടപ്പോൾ എൻ്റെ ആരുമല്ലാതിരുന്നിട്ടും എനിക്ക് നിന്നെ അവരുടെ അടുത്ത് നിന്ന് എൻ്റെ അടുത്തേക്ക് വലിച്ചടിപ്പിക്കാൻ തോന്നി. ഓരോ തവണ അവർ നിന്നെ അടിക്കുമ്പോൾ എൻ്റെ ദേഷ്യവും സങ്കടവും ഞാൻ എങ്ങനെ പിടിച്ചു നിന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആ റൂമിൽ നിന്റെ ശബ്ദം പൊങ്ങരുതെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നിന്റെ മാമ നിന്നെ ചവിട്ടി കൂട്ടുമ്പോഴും ശബ്ദമില്ലാതെ വാമൊത്തി പേടിയോടെ എന്നെ നോക്കി ആ നിമിഷം, ആ ഒറ്റ നിമിഷത്തിലാണ് ഇശുവ എന്ന പെൺകുട്ടിയെ രുദ്രനാഥ് ഇത്രയും വിലപ്പെട്ടതെന്ന് മനസ്സിലായത്. കാരണം ഞാൻ പോലും അറിയാതെ അന്നേരം എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ഓർമ്മയിൽ ആദ്യമായ അങ്ങനെ ഒരു നിമിഷം, ആരുമല്ലാത്ത ആരാ എന്താണെന്ന് അറിയാത്തൊരു പെൺകുട്ടിക്ക് വേണ്ടി എൻ്റെ കണ്ണും നിറയുന്നത്. ഒരു പക്ഷേ ഹൃദയങ്ങൾ തമ്മിൽ പരസ്പരം അവരുടെ ഇണയെ ആദ്യമേ മനസ്സിലായത് കൊണ്ടാവും അങ്ങനെ എനിക്ക് തോന്നിയത്. എന്നാൽ അതിലൂടെ നീ എനിക്ക് ആരോ ആണെന്നും മനസ്സിലായി. രുദ്രൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ ഇശുവിൻ്റെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ നോക്കി കിടക്കുമായിരുന്നു. ഒന്നോ രണ്ടോ വാക്കിൽ അവൾക്ക് വേണ്ട ഉത്തരം അവൻ പറയുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് അവൻ്റെ മനസ്സിലുള്ളതെല്ലാം ഒന്നുവിടാതെ അവൻ പറയുന്നത്. അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ആ ദിവസങ്ങൾ രണ്ടുപേരുടെയും ഉള്ളിൽ ഒരുപോലെ തെളിഞ്ഞു. ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച അവരുടെ അനുഭവങ്ങൾ തന്നെ. എന്നാൽ ഈ സമയം ഇശുവയുടെ മെയിലിൽ നിന്നും വന്ന റെസിഗ്നേഷൻ ലെറ്റർ കണ്ട് കാരണം അറിയാതെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുവായിരുന്നവൻ. മനസ്സിൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ കണക്ക് കൂട്ടി കണ്ണുകൾ അടച്ചു. മനസ്സ് മുഴുവൻ ഒരുവളുടെ മുഖം മാത്രം നിറച്ചുകൊണ്ട് ഇശു ബാക്കി കേൾക്കാനെന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. കഴിഞ്ഞുപോയ ആ നിമിഷങ്ങളൊക്കെ അവൻ്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ അന്ന് അനുഭവിച്ച അവസ്ഥയിൽ നിന്നും ഒരു വേറിട്ട അവസ്ഥ. വേദനയോ സങ്കടമോ ഒന്നും ആയിരുന്നില്ല. അതെല്ലാം അവളെ സംബന്ധിച്ച് വെറും ഓർമ്മകൾ മാത്രമാണിന്ന്. അന്ന് നിന്റെ മമ്മ നിന്നെയും നീച്ചുവിനെയും അവിടെയാക്കി പോയ സമയം നീ ബോധമില്ലാതെ കിടക്കുവായിരുന്നില്ലേ? ബോധം വന്ന എല്ലാവരെയും നോക്കിയ കൂട്ടത്തിൽ നിന്റെ കണ്ണുകൾ എന്നിലും പതിഞ്ഞു. അപ്പം നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ട ഭയം, അതാലോചിച്ചാൽ ഇന്നും വല്ലാത്ത വേദനയാണ് എനിക്ക്. സഹിക്കാൻ കഴിഞ്ഞില്ല. ഭയം കൊണ്ട് നിന്റെ ശരീരം വിറക്കുന്നതും നിന്റെ കണ്ണുകളിൽ ഭയം നിറയുന്നതൊക്കെ ഞാൻ വല്ലാത്ത വേദനയോടെയാണ് നോക്കിയത്. വേദന കൊണ്ട് നിനക്ക് നിലത്ത് കൈകുത്താൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ നെഞ്ചിലേക്ക് ഞാൻ അണച്ചു പിടിച്ചില്ലേ? അന്നേരം എനിക്ക് തോന്നിയ ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ ഇന്നും എനിക്ക് പറ്റില്ല. പെട്ടെന്ന് തോന്നി എന്തൊരു തോന്നില്ല ഞാൻ ഈ വയറിൽ തലോടിയത്. അപ്പം എനിക്ക് അങ്ങനെ ചെയ്യാനാ തോന്നിയത്. എന്തോ എൻ്റെയാണെന്ന് കാല ഉള്ളിൽ നിന്ന് പറയാതെ പറയും പോലെ. അതുപോലെയൊക്കെ ഞാൻ കണ്ടതല്ലേ, എൻ്റെ അല്ലേ, അങ്ങനെയൊക്കെ. ഒരു ചിരിയോടെയാണ് അവൻ ആ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അവൻ്റെ ചുണ്ടിലെ ചിരി പോലെ അവളുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു. പക്ഷേ അന്ന് ആ സമയത്ത് തൻ്റെ ദേഹം പൊള്ളുന്ന പോലെ ആയിരുന്നുവെന്ന് അവൾ ഓർത്തു. ശേഷം അവളുടെ വയറിൽ വെച്ച രുദ്രൻ്റെ കയ്യിലേക്ക് അവൾ നോക്കി. ഇന്ന് ആ കൈകൊണ്ട് തൻ്റെ ശരീരത്തിൽ തൊട്ടാൽ കുളിരാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഇഷ്ടമാണ് തനിക്ക് ആ കൈകളോട് പോലും. ഈശ്വര ചിരിയോടെ രുദ്രനെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ടോ? ബാക്കിയും കേൾക്കാനെന്ന പോലെ വീണ്ടും അവൾ ചോദിച്ചു. രുദ്രനൊരു ചിരിയോടെ അവളുടെ വയറിൽ നിന്ന് കൈകളെടുത്ത് അവളുടെ മുഖത്ത് തഴുകി. ബാക്കി ഇനി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ മതിയോ? നമുക്ക് നേരത്തെ പോലെ ഒന്നുകൂടെ പോയി വന്നാലോ? അവളുടെ ചുണ്ടിൽ തലോടി രുദ്രൻ പറയുമ്പോൾ അവളുടെ മുഖം ചുളിഞ്ഞു. എങ്ങോട്ട് പോയാലോ ഒന്ന്? വേറൊരു ലോകത്തേക്ക് പോയാലോ ഒന്ന്, നേരത്തെ പോയ പോലെ. അത് പറഞ്ഞുകൊണ്ട് രുദ്രൻ അവളുടെ കീച്ചുണ്ടിലൊന്ന് അമർത്തി. ഈശു രുദ്രനെ തുറച്ചു നോക്കി. എന്ത് പറഞ്ഞു തുടങ്ങിയാൽ അവസാനം അങ്ങോട്ട് തന്നെ എത്തുമല്ലേ? പറ്റില്ല, എനിക്കത് മുഴുവൻ കേൾക്കണം. പറ, എന്നിട്ട് എങ്ങോട്ട് വേണേലും പോകാം. യേശു കടുപ്പിച്ച് പറയുമ്പോൾ രുദ്രൻ അവളെ ഒന്ന് നോക്കി. ആ നിമിഷം തന്നെ അവളുടെ ചുണ്ടുകളൊന്ന് നുണഞ്ഞു വിട്ടു. എന്നിട്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. യേശു ഒന്ന് ചിരിച്ചു. അന്ന് നീ നിച്ചുവിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിട്ടും നിന്റെ ഓർമ്മകൾ മാത്രമായിരുന്നു. എവിടെ നോക്കിയാലും എന്ത് പറഞ്ഞാലും അന്നത്തെ ദിവസം എല്ലാവർക്കും പറയാനുള്ളതും നിന്നെക്കുറിച്ച് മാത്രമായിരുന്നു. അവരൊക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അവൾ നേരിട്ട് പോയിട്ടുണ്ട്. ഞാൻ നിന്റെ മനസ്സിൽ നിന്നൊന്ന് മായ്ച്ച് കളയാൻ ഇനി കാണുന്ന പോലും അന്നേരം ഉറപ്പില്ലല്ലോ. ഒന്നും വേണ്ട, അങ്ങനെ ഒരു ദിവസം തന്നെ ഉണ്ടായില്ലെന്ന് മനസ്സിനെ വെറുതെ ഒന്ന് പഠിപ്പിച്ച് നോക്കി. എവിടെ നടന്നില്ല. അതിനിടയിൽ വിഷയങ്ങൾ ഫാമിലിയും വന്നു. നിന്നെക്കുറിച്ച് അവർ പറഞ്ഞത് എനിക്ക് പറ്റിയില്ല. ഞാൻ പോലും വിചാരിക്കാത്ത പ്രതികരണം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അച്ഛനോട് പോലും വഴക്കിട്ടു. പിറ്റേ ദിവസം നീച്ചു മാൻഷനിൽ നിന്ന് വന്ന് നിന്റെ അവസ്ഥ പറഞ്ഞപ്പോൾ അവളെയും കൂടി നിന്റെ അടുത്തേക്ക് വരാൻ നിന്നതാ. അച്ഛൻ തടഞ്ഞ അമ്മയെ വിട്ടു. ഞാൻ വന്ന് വീണ്ടും ഒരു പ്രശ്നം ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അന്ന് ഞാൻ നേരെ സെറ്റിലേക്ക് പോയി. അവിടെ പോയിട്ട് സമാധാനമുണ്ടോ? ഇല്ല. നിനക്ക് വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് എന്തൊരു അസ്വസ്ഥത. അവസാനം നിന്നെ കണ്ടെന്ന് തീരുന്നായപ്പോൾ അവിടെ നിന്നില്ല. ഹോസ്പിറ്റലിലേക്ക് വന്നു. നിന്നെ കണ്ടു. സഹിക്കാൻ കഴിഞ്ഞില്ല. എന്ത് കിടത്തായിരുന്നെന്ന് അറിയോ? തലേന്ന് എൻ്റെ കൺമുമ്പിൽ നിന്ന് പോയതിനേക്കാൾ ക്ഷീണത്തിൽ ശരീരത്തിൽ എല്ലായിടത്തും മുറിവൊക്കെയായി. കണ്ടപ്പോൾ സഹിച്ചില്ല.
സ്വയം വേദനിപ്പിക്കാനൊക്കെ തോന്നാം. അന്നേ ഇഷ്ടമായി നിഷ എനിക്ക് നിന്നെ. പക്ഷേ അതിനെ പ്രണയം എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചിലതൊക്കെ പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. അവളുടെ അന്നേരത്തെ വേദന, മുറിവ്, അവസ്ഥ അതൊക്കെ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. യശുവിൻ്റെ കവിളിൽ തലോടി. ആ ഹോസ്പിറ്റലിൽ നിന്നൊന്നും പറയുക പോലും ചെയ്യാതെ നിന്നെ തല്ലിക്കൊല്ലാറാക്കിയവർക്കൊപ്പം നീ പോയപ്പോൾ ഞാൻ തകർന്നു ഈശ. തകർന്നു എന്നല്ല, വല്ലാത്ത ദേഷ്യം തോന്നി എനിക്ക് നിന്നോട്. നീ അവർക്കൊപ്പം പോയതിൽ, അതിൽ കൂടെ നീ പോയി എന്നും പറഞ്ഞ അമ്മയുടെ കരച്ചിലും ഒക്കെ കൂടി ഭ്രാന്തി പിടിച്ചു. നിന്നെക്കുറിച്ച് മാൻഷനിൽ ഒരാളും മിണ്ടരുതെന്ന് ദേഷ്യത്തിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ആരും ആ പേര് പിന്നെ പറഞ്ഞില്ല. പക്ഷേ നമുക്കൊരാൾ ഓർക്കാൻ എന്തിനാ മറ്റൊരാൾ പറയുന്നത്? അവരിങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമല്ലേ. അങ്ങനെയായിരുന്നു എനിക്ക് നീ. ഇങ്ങനെ തിങ്ങി നിറച്ച് നിൽക്കുമായിരുന്നു. ഷൂട്ടിംഗ് പോയതായിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും മനസ്സ് കയ്യിൽ നിന്നില്ല. എന്തോ നെഞ്ചൊക്കെ വേദനിക്കുന്ന പോലെ. ഫോണെടുത്ത് അമ്മയെ വിളിച്ചു. എല്ലാവരും ഓക്കെയാണെന്ന് പറഞ്ഞു. പക്ഷേ നിന്റെ മുഖം, അത് മനസ്സിൽ തെളിഞ്ഞ സമയം തന്നെ ഞാൻ തിരിച്ച് മാൻഷനിലെത്തി. അങ്ങനെയാ ലീന ചേച്ചി വിളിക്കുന്നതും ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നതൊക്കെ. അന്ന് ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറിയ നിമിഷം എനിക്ക് പറയാൻ വന്നത് അവനൊന്ന് നിർത്തി. ആ രംഗം രണ്ടുപേരുടെയും ഉള്ളിലൂടെ കടന്നുപോയി. ഈശോന് ഭയൊന്നും തോന്നിയില്ല. രുദ്രൻ നെഞ്ചിലേക്ക് ചാരി അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടന്നു. രുദ്രൻ ഒന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. അന്നേരം ശ്വാസം നിലച്ച പോലെ തോന്നി. ചാവാണെങ്കിൽ ചാവട്ടെ എന്ന് കരുതി തന്നെയാ അവനെ തല്ലിയത്. പിന്നെ ആലോചിച്ചു, വേദന അവൻ അറിയണമെന്ന്. അങ്ങനെ ഒഴിവാക്കി വിട്ടതാ. പിന്നീടൊരു അവസരം കിട്ടിയിട്ടില്ല. വൈകാതെ കിട്ടും. കയ്യും കാലിട്ട് എൻ്റെ നെഞ്ചിൽ അലച്ച് കരയുന്ന നിന്റെ ഒപ്പം വന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഇനി ഒന്നിനും നിന്നെ ഇട്ട് കൊടുക്കില്ലെന്ന് ഉറപ്പിച്ചതാ. അപ്പോഴാ നീ അവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞത്. അപ്പം വന്ന ദേഷ്യത്തിൽ നിന്നെ വല്ലത് ചെയ്തു പോയാലെന്ന് പേടിച്ചിട്ടാ വേഗം പുറത്തേക്ക് പോയത്. പക്ഷേ നിച്ചുവിൻ്റെ ആ വാക്കുകൾ നമ്മുടെ ജീവൻ തന്നെ അവിടെ മാറ്റാൻ കഴിവുള്ളതായിരുന്നു. മാൻഷനിൽ വന്നേ പിന്നെ നീ കൺമുന്നിൽ ഉണ്ടല്ലോ എന്നൊരു ധൈര്യമായിരുന്നു. അപ്പോഴാ വല്യപ്പച്ചൻ അവസാനത്തെ ആ വാക്ക് പറയുമ്പോൾ രുദ്രൻ്റെ ചുണ്ടിലൊരു ചിരി, മുഖത്തൊരു കള്ളത്തരം. യേശുവിൻ്റെ കണ്ണ് കൂർത്തു. എന്തോ കാര്യമായ കള്ളത്തരാണെന്ന് അവൻ പറയാൻ പോണതെന്ന് അവൾക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ നിന്റെ വല്യപ്പച്ചനെ മാൻഷനിലേക്ക് കൊണ്ടുവന്നത് ഞാനാ. രുദ്രനൊരു ചിരിയോടെ പറയുമ്പോൾ അവളുടെ കണ്ണ് പുറത്തേക്ക് തള്ളി. പിന്നെ അതൊരു വേദനയായി അവൻ്റെ നെഞ്ചിൽ ശക്തിയിൽ അമർന്നു. രുദ്രൻ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ആ സുഖമുള്ള വേദന സഹിച്ചു. ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൾ പല്ലുകൾ അളത്തി മാറ്റുമ്പോൾ അവൻ്റെ നെഞ്ചിൽ വട്ടത്തിൽ ചുവന്ന നിറത്തിൽ അവളുടെ പല്ലിൻ്റെ അടയാളം അവൻ്റെ വെളുത്ത നെഞ്ചിൽ തെളിഞ്ഞു കണ്ടു. ഈശോന്റെ നെഞ്ചിൽ നിന്നും മടന്നു മാറി അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു. അന്നെന്തറിയുമ്പോൾ സങ്കടം തോന്നുമായിരിക്കും. എന്നാൽ ഇന്ന് സങ്കടമൊന്നുമില്ല. പക്ഷേ അവൻ ഇത്രയും ദിവസം പറഞ്ഞില്ലല്ലോ എന്നൊരു പരിഭവം മാത്രമായിരുന്നു അവൾക്ക്. രുദ്രൻ നെഞ്ചിലൊന്ന് തടവിക്കൊണ്ട് അവളുടെ വായിലൂടെ ചുറ്റിപ്പിടിച്ച് കഴുത്തിലേക്കില്ല അവൻ്റെ താടി കുത്തിക്കിടന്നു. നീ പറഞ്ഞത് വെച്ച് നിനക്ക് ഈ ലോകത്ത് സ്നേഹവും വിശ്വാസമുള്ളത് അദ്ദേഹത്തെയാണെന്ന് മനസ്സിലായി. എനിക്ക് നിന്നെ കിട്ടണമെങ്കിൽ അദ്ദേഹം വിചാരിക്കണമെന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹത്തെ തിരിഞ്ഞ് കണ്ടുപിടിച്ചത്. ആ സമയം തന്നെ എൻ്റെ പപ്പയും അമ്മയും അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു. പക്ഷേ അതിലൊന്നും അദ്ദേഹം വീടില്ല. പക്ഷേ എൻ്റെ ഒരു ഒറ്റ ഡയലോഗിൽ മൂപ്പര് ഫ്ലാറ്റ് എന്തായിരുന്നെന്ന് അറിയോ?